നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യത UDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏറെ വൈകാതെ UDF അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. അതുകൊണ്ട് തന്നെ UDF നേതാക്കളിൽ ഒരു പരിധിവരെ അഹങ്കാരവും ആരംഭിച്ചിട്ടുണ്ട്. തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ സ്കെച്ച് ചെയ്ത് സമയം കിട്ടുമ്പോൾ പണി കൊടുക്കുന്ന രീതി പിണറായിക്ക് മാത്രമല്ല UDF നേതാക്കൾക്കുമുണ്ട് എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. മറുനാടന് ഇന്നലെ ലഭിച്ച ഒരു വക്കീൽ നോട്ടീസ് മാത്രം നോക്കുക. വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എറണാകുളം MP ഹൈബി ഈഡനാണ്. ഹൈബി ഈഡന്റെ മാനം മറുനാട് നഷ്ടപ്പെടുത്തിയെന്നും അതുകൊണ്ട് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തൻ്റെ മാനം പോയി എന്ന് ഹൈബി ഈഡന് തോന്നിയാൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. നിയമത്തിൻ്റെ വഴിയെ നീങ്ങാൻ തീരുമാനിച്ചതിനെ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അല്ലാതെ നിയമവിരുദ്ധമായി പോലീസ് സഹായത്തോടെ കള്ളക്കേസെടുപ്പിക്കാനല്ല ശ്രമിച്ചത്. ഇനി ഹൈബി ഈഡനും വേണമെങ്കിൽ ആ വഴി പരീക്ഷിക്കാവുന്നതാണ്. ഉപദേശവും സഹായവും നൽകാൻ എറണാകുളത്ത് മുഹമ്മദ് ഫിർദോസ് എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട് താനും. ഈ വക്കീൽ നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് തെല്ലൊന്നുമല്ല അത്ഭുതം തോന്നിയത്. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകന് ചെറിയ വിമർശനത്തോട് പോലും സഹിഷ്ണുതയില്ലാതാകുന്നത്? പിന്നെ എങ്ങനെയാണ് പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ, പിണറായിയുടെ ഫാസിസത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് ശബ്ദമുയർത്താൻ കഴിയുന്നത്? പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടെ അവരുടെ വോട്ട് നേടി അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സ്വാഭാവികമായും വോട്ട് ചെയ്യുന്ന പൊതുജനത്തിന് പൊതുപ്രവർത്തകരെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അവരുടെ പ്രവർത്തികളുടെ ശരിതെറ്റുകളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഒരു പൊതുപ്രവർത്തകനെ ഒരു തരത്തിലുള്ള വിമർശനവും ഇഷ്ടമല്ല എന്ന് വന്നാൽ ആ പൊതുപ്രവർത്തകൻ്റെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഹൈബി ഈഡന് സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. എറണാകുളം UDFിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണെന്നും ഹൈബി ഈഡനല്ല ഏത് കുറ്റിച്ചീലിനെ പിടിച്ച് എറണാകുളത്ത് UDF പാനലിൽ മത്സരിപ്പിച്ചാലും MP ആകുമെന്നും എല്ലാവർക്കും അറിയാം. എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ സ്ഥാനാർത്ഥിയാകാൻ അവസരം ലഭിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ഹൈബിയുടെ പിതാവ് ഈഡൻ അകാലത്തിൽ മരിച്ചു പോയപ്പോൾ ആശ്രിത നിയമനം ലഭിച്ചതാണ് ഹൈബിക്ക് പദവി എന്ന് മറന്നുകൊണ്ടാണ് ഹൈബി രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എറണാകുളം കോൺഗ്രസിൽ ഹൈബിക്കുള്ള സ്വാധീനം ഊട്ടിയുറപ്പിക്കാൻ പല കുത്തിത്തിരിപ്പുകൾക്കും ഹൈബി നേതൃത്വം കൊടുക്കുന്നു എന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ മനസ്സ് തുറന്നു പറയുന്ന കാര്യമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കുറി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടും മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ ദീപ്തി മേരി വർഗീസിനെ പുകച്ച് പുറത്തു ചാടിച്ച സംഭവം. ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ എന്ന് പരിഗണിക്കപ്പെട്ടെങ്കിലും അങ്ങനെ തന്നെ അവരോട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വാക്കു പറഞ്ഞെങ്കിലും അവസാന നിമിഷം ഹൈബിയുടെ ഇടപെടലിനെ തുടർന്ന് മറ്റൊരാൾ മേയറാവുകയായിരുന്നു. അതിന് പിന്നിൽ ലത്തീൻ സഭയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നത് സകല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തതാണ്. ആ ലത്തീൻ സഭയുടെ താല്പര്യം ഉയർത്തിക്കാട്ടി ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ഹൈബി ഈഡൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് എല്ലാ പത്രങ്ങളിലും വന്നതാണ്. അത് ഞങ്ങളും പറയുന്നു. പക്ഷെ അത് ഹൈബി ഈഡനെ പ്രകോപിപ്പിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞത് ഹൈബി ഈഡന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്ന് പറഞ്ഞ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജയിപ്പിച്ചിട്ട് ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ലാത്ത, യാതൊരു സ്നേഹവുമില്ലാത്ത നേതാക്കളിൽ ഒരാളാണ് ഹൈബി ഈഡൻ എന്ന് പറയുന്നത് അവിടുത്തെ നാട്ടുകാരാണ്. ഹൈബിയുടെ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മുനമ്പത്തെ ജനങ്ങൾ അവരുടെ കിടപ്പാടത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ അവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അതിൽ രാഷ്ട്രീയം കുത്തിക്കലർത്തുകയും അവർക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടാൻ ഉതകുന്ന വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഹൈബി. തീവ്ര ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്നവർ പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നപ്പോൾ സ്കൂളിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര ഇസ്ലാമികവാദികൾക്കൊപ്പം നിന്നയാളാണ് ഹൈബി. ഇതിൻ്റെയൊക്കെ പേരിൽ എറണാകുളത്തെ ജനങ്ങൾക്കിടയിൽ ഹൈബിയോടുള്ള എതിർപ്പും വെറുപ്പും ശക്തിപ്പെടുകയാണ്. പക്ഷേ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഹൈബിക്ക് മാനം പോകുമത്രേ. കാസ എന്ന സംഘടന BJPയിൽ നിന്ന് ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നതാണ് എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചതിന് ഹൈബിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് കേസ് കൊടുത്ത് കാത്തിരിക്കുകയാണ് കാസയുടെ നേതാക്കൾ. ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലം സ്വന്തമായതുകൊണ്ട് ജനവിരുദ്ധ നിലപാടെടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഹൈബി ഈഡൻ സത്യം വിളിച്ചു പറയുന്നതിനെ ഭയപ്പെടുകയും അവരെ നിശബ്ദരാക്കാൻ കള്ളക്കേസുമായി രംഗത്തിറങ്ങുകയുമാണ്. ഹൈബി ഈഡന്റെ വക്കീൽ നോട്ടീസിന് ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹത്തിന്റെ മഹത്തായ സേവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെടുത്തു പറയുന്നത് 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറയുന്നതാണ്. എന്നിട്ട് പറയുന്നത് അമേരിക്കയിൽ നിന്ന് മേയറാവാൻ എത്തി സൗമിനിയോട് പരാജയപ്പെട്ട ഷൈനിക്ക് വേണ്ടി ജാതിക്കാട് ഇറക്കി ഇക്കുറി ചരട് വലിക്കുന്നത് ഹൈബി ഈഡൻ. കൊച്ചിക്കാരുടെ മാലിന്യ പ്രശ്നത്തിൽ ദീപ്തി മോഡൽ കൊള്ളാമെന്ന് ജനം വിധി എഴുതിയപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാട്ടി മുഖം വെട്ടാൻ അണിയറ നീക്കം ശക്തം. ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കാൻ ഹൈബി. ഇങ്ങനെ മറന്നാണ് ഒരു വാർത്ത കൊടുത്തിരുന്നത്. സത്യമാണ് എന്ന് പിന്നീട് മേയർ തെരഞ്ഞെടുപ്പ് തെളിഞ്ഞു. മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ദീപ്തിയെ വെട്ടി മറ്റൊരാളെ ജാതി കാർഡ് ഉപയോഗിച്ച്
തെരഞ്ഞെടുക്കാനുള്ള ശ്രമം നടന്നത്. ആ വാർത്തയിൽ പറഞ്ഞ ഈ പാരഗ്രാഫാണ് ഹൈബിയെ പൊള്ളിച്ചത്. ലത്തീൻ സമുദായത്തിൽ നിന്ന് മേയർ സ്ഥാനത്തിനായി ആവശ്യമുയർത്തുന്നത് മുതിർന്ന നേതാവായ ദീപ്തിയെ വെട്ടാൻ വേണ്ടിയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇക്കാര്യം സമുദായ പ്രതിനിധികൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹൈബിയാണ് ഈ നീക്കത്തിന് പിന്നിൽ. ലത്തീൻ സമുദായത്തിൽ നിന്ന് എറണാകുളത്തു നിന്ന് വേണോ കൊച്ചിയിൽ നിന്ന് വേണോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു വീഡിയോയെക്കുറിച്ച് പറയുന്നു. ജാതിക്കാട് ഉയർത്തി ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ശ്രമിക്കുന്ന സഭാപിതാക്കന്മാർക്കും ഈഡന്റെ മകനും കോൺഗ്രസ് നേതാക്കൾ വഴങ്ങിയാൽ അത് ആ പാർട്ടിയുടെ നാശത്തിന്റെ തുടക്കമാവും. അൻവറിന്റെ കാര്യത്തിൽ സതീശനെടുത്ത നട്ടലുള്ള നിലപാട് ആവർത്തിക്കാൻ ഒട്ടും അമാന്തിക്കരുത്. ഇങ്ങനെ പറഞ്ഞതും ഇദ്ദേഹത്തിന് വേദനയായി. ദി അബവ് പബ്ലിക്കേഷൻസ് ഇംപ്യൂട്ട്സ് ദാറ്റ് മൈ ക്ലയന്റ് ഈസ് പേഴ്സൺ staking unwarranted claims in disguise as the claims of his religious community and thereby advocate the communal politics to attain his personal interest. ഹൈബി ഈഡൻ ജാതിക്കാർഡ് ഉപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ആളാണെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കി. യു ആർ വെൽ അവെയർ ദാറ്റ് സച്ച് ഡിഫേമേറ്ററി ന്യൂസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ഗെറ്റ് സ്പ്രെഡ് ബൈ ബീയിങ് ഷെയർഡ് and forwarded to numerous groups and social media platforms. You had published such news and statements with deliberate intention to get in shared maximum people and hereby tarnish the image of my client among the general public. ഇദ്ദേഹത്തിനെ ടാർണിഷ് ചെയ്യാനും ജനങ്ങൾക്കിടയിൽ താറടിക്കാനും വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തതെന്ന് അദ്ദേഹം സംശയിക്കുന്നു. My client strongly suspect the intention of the editor and publisher to create communal disharmony among identifiable groups and which is criminal offense. ഇദ്ദേഹത്തിനെതിരെ വെറുപ്പ് വരുത്താൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണ്. You by this scandalous and misleading heading, content and imputation, had declared that my client is a person banking upon communal politics, knowing fully well that the said imputation is baseless and without any iota of truth. ഇദ്ദേഹത്തിന് സമുദായ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞത് നുണയാണ്. You are well aware that my client is an elected representative from Ernakulam parliamentary constituency and a person holding good reputation among the general public. ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുള്ള ആളാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ അദ്ദേഹത്തോട് മോശം പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആകപ്പാടെ വിഷമുണ്ടാക്കി പലരും വിളിച്ചു, ചോദിച്ചു, വേദന പറഞ്ഞു, നിരാശ പറഞ്ഞു. 10ാമത്തെ പാരഗ്രാഫിൽ ബൈ ദി ഇംപ്യൂട്ടേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി ന്യൂസ് ആൻഡ് ഫേസ്ബുക്ക് പേജ് ഓഫ് സെക്കൻഡ് എമംഗ് you stated that the particular community, that is Latin Catholics, is putting pressure to appoint a member of their community as the mayor of Cochin Corporation. You made the said baseless and scandalous imputation with full knowledge that the said imputation affects the communal harmony of the society and will promote the enmity between different religions and communities. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണമാവും. ഈ ഈഡന്റെ മകൻ മറന്നുപോകുന്നൊരു സംഗതി, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ എങ്ങനെയാണ് ജാതി രാഷ്ട്രീയം ഇതിൽ പ്രതിഫലിച്ചത് എന്ന് പറഞ്ഞ റെക്കോർഡഡ് രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാ. അത് കോടതിയിൽ കൊണ്ട് കൊടുക്കും. നിങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. ജാതിക്കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് ഹൈബി ഈഡൻ ഈ കളിയെല്ലാം കളിക്കുന്നതെന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. അതെല്ലാം കോടതിയിൽ വരട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ജാതിക്കാർഡ് ഉപയോഗിച്ച് ബഹളം വയ്ക്കുന്നതിനും ഗുസ്തി പിടിക്കുന്നതിനും വിശദാംശങ്ങൾ. ഒരു നേതാവിൻ്റെയും സ്വകാര്യ സംഭാഷണങ്ങൾ പുറത്തുവിടരുതേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത്തരം നേതാക്കളുടെ സംഭാഷണങ്ങൾ കോടതിയിലെത്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ ഒടുവിൽ പറയുന്നു, അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു, ദി ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ന്യൂസ് പബ്ലിഷ്ഡ് ബൈ യു ആൻഡ് ദി ഇംപ്യൂട്ടേഷൻ മെയ്ഡ് ബൈ സെക്കൻഡ് എമംഗ് യു ഇൻ ഹിസ് പേഴ്സണൽ ഫേസ്ബുക്ക് പേജ് വെയർ wrong and misconceived and against the best interest of my client. Even though the loss of dignity and reputation caused to my client cannot be calculated in terms of money, my client has valued the same and ₹1 crore. അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന വേദനയും മാനസികാഘാതവും മൂല്യം നിർണ്ണയിക്കാൻ കഴിയുന്നതല്ലെങ്കിലും തൽക്കാലം അത് 1 കോടിയായി ഞങ്ങൾ നിജപ്പെടുത്തുന്നു. ആൻഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദി സെയിം. അത് കിട്ടിയാൽ മതിയാവൂ. മൈ ക്ലയൻറ്റ് ഈസ് ഇൻസ്ട്രക്ട് മീ ടു ഡിമാൻഡ് യു ഫോർ വിഡ്രോയിങ് ദ സഡ് ന്യൂസ് and imputation and for publishing unconditional apology within 15 days from today through popular newspapers and social media. My client further instructed to ask you to pay an amount of ₹1 crore towards the damage he suffered within 15 days from the receipt of the notice, failing which we have definite instruction to take legal action you both civil and criminal. അതായത് ഞാൻ ചെയ്യേണ്ടത്, അദ്ദേഹം ആവശ്യപ്പെടുന്നതിന് ₹1 കോടി നഷ്ടപരിഹാരം കൊടുക്കണം, മാപ്പ് പറയണം. മാപ്പ് മറുനാടന് കൊടുത്താൽ പോരാ, അറിയപ്പെടുന്ന മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്യണം, കൊടുത്തിരിക്കുന്ന വാർത്ത പിൻവലിക്കണം. പ്രിയപ്പെട്ട ഹൈബി ഈഡനോട് എനിക്ക് പറയാനുള്ളത്, പൊതുപ്രവർത്തകരാകുമ്പോൾ വിമർശനമൊക്കെ അനുഭവിക്കേണ്ടി വരും. പൊതുപ്രവർത്തകരെ വിമർശിക്കാനുള്ള അവകാശം മാധ്യമപ്രവർത്തകർക്കെന്നല്ല, ഇന്ത്യയിലെ സകല പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടനയുടെ 19(1) നൽകിയിട്ടുണ്ട്. ആ വിമർശനമൊക്കെ സഹിക്കാൻ കഴിയുന്നവർ മാത്രമേ ഖജനാവിലെ പണം പ്രതിഫലമായി കൈപ്പറ്റി അധികാര കസേരയിലേക്ക് മത്സരിച്ച് കയറാവൂ. പൊതുപ്രവർത്തകരെ വിമർശിക്കരുത് എന്ന് വാശി പിടിച്ചാൽ പിന്നെ ജനാധിപത്യം ഇല്ലാതാകും.
ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായി ഈ നിയമ പോരാട്ടത്തെ കാണാനാണ് ഇഷ്ടം. ഒരു കാരണവശാലും മാപ്പ് പറയാനോ വാർത്ത പിൻവലിക്കാനോ അർഹതയില്ലാത്ത നഷ്ടപരിഹാരം നൽകാനോ ഒരുക്കമല്ല. നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്ന് മാത്രമല്ല, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹൈബി ഈഡൻ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അഴിമതികളും ധൂർത്തും ജാതി രാഷ്ട്രീയവും തുടർന്നും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും. LDF അധികാരത്തിൽ നിന്ന് പോയാലും മറുനാടിന് രക്ഷയില്ല. UDFിലും വേട്ടക്കാർ ഏറെ ഉണ്ടാവുന്നു എന്നതിന് തെളിവായി മാറുന്നു ഹൈബി ഈഡന്റെ ഈ കേസ്. മറുനാടിനെതിരെ മാറി മാറി കള്ളപ്പരാതികൾ കൊടുക്കുന്ന TN പ്രതാപനും റിജിൽ മാക്കുറ്റിക്കുമൊക്കെ ഒരു പിൻഗാമി കൂടി വന്നു എന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഞങ്ങൾക്കെതിരെ കള്ളപ്പരാതികൾ കൊടുക്കുന്നത് കോൺഗ്രസ്സുകാർ, ഞങ്ങളെ വ്യാജന്മാരെന്ന് വിളിക്കുന്നത് BJPക്കാർ, ഞങ്ങൾക്കെതിരെ കള്ളക്കേസെടുക്കുന്നത് CPM. മൂന്ന് കൂട്ടരും ഞങ്ങളെ വേട്ടയാടുമ്പോൾ അവർക്കിടയിൽ നെഞ്ചുവിരിച്ച് നിന്ന് സത്യം പറയാനുള്ള തൻ്റെ ഇടം ഞങ്ങൾക്ക് നൽകുന്നത് ഈശ്വരനും.